ഈ ഉമ്മൻചാണ്ടിയുടെ ഗൺമാനെ ഗൺമോൻ എന്ന് വിളിച്ചത് വി എസ് അച്യുതാനന്ദനാണ്. അതെ. അതുപോലെ പിണറായിയുടെ ഗൺമോന്മാർ, ഇനിയിപ്പോൾ നമ്മൾ ഗൺമോൻ എന്ന് പറഞ്ഞാൽ മതി. കാരണം ഓരോ കാലത്തെയും മുഖ്യമന്ത്രിമാരുടെ അവരുടെ പെറ്റായിട്ടുള്ള ആൾക്കാരെയാണ് ഗൺമാന്മാരായിട്ട് നിർത്തിയത്. നമുക്ക് ഓർമ്മയുണ്ടോ, കെ കരുണാകരൻ്റെ രാമേന്ദ്രൻ നായർ എന്ന് പറയും. അത് ഈ മാറനല്ലൂർ കാട്ടാക്കടയ്ക്കടുത്തുള്ള ഒരു ഭാഗത്തുള്ള ആളാണ്. കരുണാകരൻ എപ്പോഴും കാണുമ്പോഴും രാമേന്ദ്രൻ നായർ ഒരു ബോഡി ഗാർഡിനെ പോലെ, ബോഡി ഗാർഡാണ് അദ്ദേഹം, ഇങ്ങനെ കൂടെ ഉണ്ടായിരിക്കില്ല സമയം. അപ്പോൾ രസകര കാര്യം, ഇതിൽ കരുണാകരന് അപകടമൊക്കെ പറ്റി അദ്ദേഹത്തിന് നീന്തേണ്ടി വന്നു ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. അപ്പോഴും ശരിക്കും ഈ രാമേന്ദ്രൻ നായരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി വന്നിട്ടാണ് അദ്ദേഹത്തെ അപ്പോൾ അത് കെ കരുണാകരൻ്റെ ആദ്യ വിശ്വാസം. അദ്ദേഹം പോലീസിൽ CI അങ്ങനെ എന്തോ ആയിരുന്ന ഒരാളാണ്. ഇത് ത്രൂ ഔട്ട് അദ്ദേഹമായിരുന്നു ഗൺമാൻ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സലിം രാജ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗൺമാൻ. ഈ സലിം രാജിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ച് ഉണ്ടായി, ഉമ്മൻചാണ്ടിയെക്കുറിച്ചുണ്ടായി. അവസാനം ഈ സലിം രാജിനെ ഇവിടുന്ന് തട്ടി എവിടോട്ടാണെന്നറിയോ? മുല്ലപ്പെരിയാർ. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സലിം രാജിനെ ഇവിടുന്ന് മുല്ലപ്പെരിയാർ തട്ടിക്കൊണ്ട് നോക്കിയെന്ന് അങ്ങോട്ട് പറഞ്ഞൊരു കേസിൽ സലിം രാജൻ അന്ന് പിടികൂടിയിരുന്നില്ല. അത് ഒരാളുടെ കാറിൽ പിടിച്ചേറ്റിക്കൊണ്ട് പോയെന്ന്. അതെന്തോ അവരുടെ കുടുംബ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് കഴിഞ്ഞ് ഉപ്പുതറയായിരുന്നു, ഇദ്ദേഹം വിരമിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നമ്മളിപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് വരാം. പിണറായിയുടെ നവകേരള യാത്രയുടെ സമയത്ത് നാട്ടിലിറങ്ങി KSUക്കാർ കൊച്ചു പിള്ളേരെ തല്ലിച്ചതയ്ക്കുകയും അവരെ തലമണ്ട അടിച്ചു കീറുകയും ചെയ്തിട്ടുള്ള ഗൺമോന്മാർ, അതായത് പിണറായിയുടെ ഗൺമാന്മാരായ അനിൽകുമാർ. അപ്പൊ രണ്ടുപേരാണ്, രണ്ടോ മൂന്നോ. അപ്പൊ ഇവർക്കെതിരെ നടപടി വരുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ ഉടനെ തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വിവാദമായത് ഈ ആലപ്പുഴയിൽ നടന്ന പരിപാടിയിലായിരുന്നു. അന്ന് ഇപ്പോഴത്തെ നിയുക്ത MLA എ ഡി തോമസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ്. അവരവിടെ പിണറായിയുടെ വാഹനത്തിനേരെ കരിങ്കൊടി കാണിച്ചു പോലും ഇല്ല, അതിനു മുമ്പ് ഇറങ്ങി ഇവരെ അടിക്കുകയായിരുന്നു. ശരിക്കും ഒരാവശ്യവുമില്ലാതെ മാരകായുധം ഉപയോഗിച്ചാണ് അടിച്ചത്. പോലീസ് സേന ഉപയോഗിക്കാനുള്ള അനുവാദമില്ലാത്ത തരം ലാത്തി ഉപയോഗിച്ചാണ്. ഗവൺമെന്റ് തോക്കല്ലേ ഇരിക്കേണ്ടത്, വടി എവിടെ നിന്ന് കിട്ടിയത്? മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുക, വാഹനത്തിന് മുന്നിൽ പോകുക എന്നുള്ളതാണ്. ഈ റോഡ് ക്ലിയർ ചെയ്യുക, പ്രതിഷേധങ്ങളെ നീക്കുക എന്ന് പറയുന്നത് ലോക്കൽ പോലീസിന്റെ കടമ. അത്രേ ഉള്ളൂ. അല്ലെ ക്യാമ്പിൽ നിന്ന് പോലീസുകാരെ ഇറക്കിച്ച്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവര് വടി എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമായിട്ടാണ് ഉപയോഗിച്ചത്. അത് ലാത്തിയല്ല, വേറെ നിയമവിരുദ്ധമായിട്ടാണ് ഒരു വടി കൊണ്ടുവന്നത്. അത് ഒരു മാരകായുധമായിരുന്നു. അത് ഉപയോഗിച്ച് അടിക്കുകയും ആ പിള്ളേരെ തലയടിച്ച് രക്തം. പക്ഷെ അതൊന്ന് ആലോചിച്ചോണം, നമ്മൾ സിനിമകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെ അടി കിട്ടിയിട്ട് ഈ അടി കൊടുത്തവൻ തന്നെ പിന്നീട് അവരെ സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരുന്ന ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മൾ സിനിമകളിൽ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് യഥാർത്ഥ ജീവിതത്തിൽ കണ്ടത്, യഥാർത്ഥ ഹീറോ ആയി മാറിയതും ഈ എ ഡി തോമസ് ആണ്. ഈ എ ഡി തോമസ് 20,000-ൽ പരം വോട്ടിനാണ് ഈ ചിത്തരഞ്ജൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആലപ്പുഴയുടെ മനസ്സറിയാവുന്ന ആലപ്പുഴക്കാർക്കെല്ലാം വേണ്ടപ്പെട്ട MLA ആയിരുന്നു ചിത്തരഞ്ജൻ. അല്ല, ഇത് പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. ഈ തല്ലിയ അതേ മനുഷ്യനെ ഇവർ സല്യൂട്ട് ചെയ്യേണ്ട പോലീസുകാരുടെ ഒരുപാട് പേര് സംഭവിച്ചിട്ടുണ്ട്. പിണറായി അദ്ദേഹത്തിനെ പണ്ട് തല്ലിയാരൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരിക്കലും ജി സുധാകരൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു പണ്ടൊരു ഇന്റർവ്യൂ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ജി സുധാകരൻ സഭയുടെ സംസ്ഥാന നേതാവ് ജി സുധാകരൻ, കോടിയേരി ബാലകൃഷ്ണൻ, മറ്റുള്ള M വിജയമാറാണോ എന്നൊരു സംശയമുണ്ട്, ഉറപ്പില്ല. ഇവരെ മൂന്നുപേരെയും കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഭീകരമായി മർദ്ദിക്കുകയാണ്. ഒരു SI SCIO ആണ്. ഇവർ പിള്ളേരല്ലേ, ഇയാൾ ഇത്ര ഇടിച്ചിടിച്ച് ഇവരെ അങ്ങ് അങ്ങ് അവശരാക്കി. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ഒരു പ്രായമുള്ള പോലീസുകാരൻ ഈ ഓടി എന്ന് പറഞ്ഞു, പൊന്നു സാറേ ഇനി ഇവരെ തല്ലല്ലേ, ഇവന്മാർ ചത്തു എന്ന് പറഞ്ഞു. ഇവർക്ക് നാളെ ഒരുപക്ഷെ വല്ല മന്ത്രിമാരാവാനും സാധ്യതയുള്ളവന്മാരാണ് എന്ന് പറഞ്ഞു എന്നാണ്. എന്തോ അയാളങ്ങ് നിർത്തി. ഈ പറഞ്ഞ 3 പേരും മന്ത്രിമാരായി എന്നുള്ളതാണ്. അവരെ സല്യൂട്ട് അടിക്കേണ്ടി സർവീസ് സല്യൂട്ട് അടിക്കാൻ വരുമായിരുന്നു ഈ ഉദ്യോഗസ്ഥർ. അപ്പോൾ ഈ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ എ ഡി തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത് പോലും ഈ നവകേരള സദസ്സിൽ പിണറായിയുടെ പോലീസിന്റെയും ഗൺമാന്മാരുടെയും കയ്യിൽ നിന്ന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ പ്രതിനിധിയായിട്ടാണ്. എ ഡി തോമസിനെ ഒരു ഫൈറ്റിന് വേണ്ടി മാത്രമാണ് ആലപ്പുഴ നിർത്തിയത്. അയാൾ ജയിക്കും എന്നൊരു പ്രതീക്ഷ പാർട്ടിക്കില്ലായിരുന്നു. കാരണം ചിത്തരഞ്ജനെ പോലെ ഒരാളെ ചിത്തരഞ്ജനെ പോലെ ഒരാളെ തോൽപ്പിക്കാനുള്ള കഴിവൊന്നും ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ്. പക്ഷേ ജനം എന്ത് എഴുതി, ഈ അടി കിട്ടുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് അയാൾക്ക് ഇത്രയും വോട്ട് കിട്ടാൻ കാരണം. കാരണം ഒരു സാധുവായ കുറെ ചെറുപ്പക്കാർ അവർ എന്ത് ചെയ്തു, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ചെന്നു. CPM DYFയും ചെയ്ത പോലെ പിന്നെ ഉമ്മൻചാണ്ടിയെ വഴി തടയുന്ന സമരം നടത്തിയ അതേ ആളുകളാണ് ഇപ്പൊ സമരം ആരെങ്കിലും വഴി കരിങ്കൊടി കാണിച്ചാൽ കൊല്ലാൻ നടക്കുന്നത്. അല്ല, അതിനകത്ത് ഓവർ സ്മാർട്ട് ആയതാണ് ഈ ഗൺമോന്മാർ അല്ലേ. ഗൺമോന്മാര് ഓവർ സ്മാർട്ടായി. ആ ഗൺമാന്മാര്
മനഃപൂർവ്വം കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് അടിച്ചിരുന്നു. ആ വടി സഹിത ഇവന്മാർ പ്രതികളാകും ആണല്ലോ. ഇത് അന്ന് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അടി കൊണ്ട് ഈ പിള്ളേർക്കെല്ലാം അടി കൊണ്ട് നമുക്കറിയാം. പത്തനംതിട്ട ഞാൻ ഇപ്പോഴും നമ്മളെ വളരെ വേദന ഓർക്കും. ഇതുപോലെ ഒരു സമരത്തിൽ പങ്കെടുത്ത തലക്കടി കിട്ടി മരിച്ചയാളാണ് എം ജി കണ്ണൻ. ഇപ്പോൾ MLA ആകേണ്ട ആളാണ്. അടൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA ആകേണ്ട ഒരാളാണ്. എം ജി കണ്ണൻ ഒരുക്കിയിട്ട തട്ടകത്തിൽ വന്ന് നിൽക്കുക എന്നുള്ള ഒരു ചുമതല മാത്രമായിരുന്നു CV ശാന്തകുമാർ എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥിക്കുണ്ടായത്. അയാൾ അത് നിന്നു, അയാൾ ജയിച്ചു. പക്ഷെ ഇത്രയൊന്നും വോട്ടിലല്ല അവിടെ ജയിക്കേണ്ടത്. അവിടെ എം ജി കണ്ണനാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ ഒരു 30,000-40,000 വോട്ടിന് ജയിക്കുമായിരുന്നു. അത്ര ഭംഗിയായിട്ട് അദ്ദേഹം മണ്ഡലത്തെ പരിപാലിച്ച് അതിൻ്റെ പിന്നാലെ നടന്നു. കണ്ണൻ മരിച്ചപ്പോൾ നടത്തിയ അനുശോചന പ്രസംഗത്തിൽ അന്നത്തെ അവിടുത്തെ MLA ആയിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോകുമാർ പറഞ്ഞ അടൂരിന് 2 MLA-മാരാണ് ഉണ്ടായിരുന്നതെന്നാണ്. ഒന്ന് ഞാനും ഒന്ന് കണ്ണനും. ഞാൻ പോകാത്ത മരണ വീടുകളിൽ പോലും കണ്ണൻ എത്തുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കണ്ണന് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ ഈ സമരത്തിനിറങ്ങിയാണ് കോവിഡ് കാലത്ത് സമരത്തിനിറങ്ങിയപ്പോൾ ഇതുപോലെ അടിച്ച് തല പൊട്ടി, തലയ്ക്ക് ക്ഷതമേറ്റു, ന്യൂറോ സംബന്ധമായ അസുഖം ഉണ്ടായി, അയാൾക്ക് സ്ട്രോക്ക് വന്ന് ഗുരുതരാവസ്ഥയിലായി. അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയായിരുന്നു. പെട്ടെന്ന് സഡനായിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. എന്നാ പ്രായം ഉണ്ടായിരുന്നു? വലിയ പ്രായമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതുപോലെ അടി കിട്ടിയാൽ ഈ അടിക്കുന്ന അടിക്കൊക്കെ ഉണ്ടല്ലോ, ഈ പാവപ്പെട്ട പിള്ളേരെ തലയ്ക്ക് ഇവരടിക്കുമ്പോൾ ഇവർ ചത്തുപോയാൽ എന്ത് ചെയ്യും? പിണറായി മരിക്കുമ്പോൾ പേടിക്കേണ്ടതില്ല. മുഖ്യമന്ത്രി അല്ലെ, ഇവരുടെ ഈ മർദ്ദനത്തിനെതിരെ കോടതിയിൽ പോയാണ് കേസെടുപ്പിച്ചത്, അല്ലാതെ പോലീസ് കേസെടുത്തില്ല. മാത്രമേ പോലീസ് റിപ്പോർട്ട് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത്. അതെ, സ്വകാര്യ അന്യായം കൊടുത്തിട്ടാണ് എടുപ്പിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർ ഈ കേസുകൾ റഫർ ചെയ്ത് കളഞ്ഞു. ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി. അപ്പോൾ അവർക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ജോലി ചെയ്യേണ്ടി വന്നു എന്നുള്ള. പക്ഷെ കഥകളെല്ലാം തിരിയുകയാണ്. ഇതിപ്പം പുതിയതായിട്ട് അന്വേഷണം വരും. ഇപ്പം AD തോമസ് ഒരു പരാതി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പുതിയതായിട്ട് ഈ കേസ് റീഓപ്പൺ ചെയ്യും. അപ്പോൾ റീഓപ്പൺ ചെയ്യുന്നുണ്ടെ ആദ്യം ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവർ തീരുമാനിക്കും, സർക്കാർ ഇപ്പോൾ ഇവരെ ഭരിക്കുന്നത്, ഇവർ തീരുമാനിക്കും എത്രത്തോളം നാൾ ഇവന്മാർ വെളിയിൽ നടക്കണമെന്നുള്ളത്. വെളി നടക്കണമെന്ന് മാത്രമല്ല, ഇവൻ അകത്താക്കണമെന്ന്, ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. കാരണം തലയ്ക്കുള്ള അടിയാണ് അത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇവർ ഉപയോഗിച്ച ആയുധം വേറെ. എനിക്കിപ്പോഴും ഒരു സംശയം അവശേഷിക്കുന്നത് ഇവർ കോംപ്രമൈസ് എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരെ എപ്പോഴും നമ്മൾ ഭയക്കേണ്ട കാര്യം, ഇതേ അനിൽകുമാറിനെ തന്നെ നേരത്തെ അയാൾ എന്തോ ദൂരെ സമാനമായ കുറ്റം ചെയ്തിട്ട് ഇയാളെ ഒരു കാരണവശാലും സർവീസ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി തിരികെ എടുത്തു എന്നാണ്. അപ്പം ഇയാൾക്ക് പിന്നിൽ ആരോ ഉണ്ട്. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി, ഈ ആരെങ്കിലും ഒരു കുറ്റം ചെയ്താൽ അവൻ ഏത് സമുദായത്തിൽപ്പെട്ടാനാണെന്നുണ്ട് ആ സമുദായ നേതാവിനെ കാലിൽ വീണാൽ മതി. സമുദായ നേതാവ് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ സമസ്താവരാതെന്ന് പറഞ്ഞ് നടപടി. മാത്രമല്ല, ഈ LDF ഭരണകാലത്ത് പല DYSP-മാരും CI-മാരും ഇരുന്നിട്ടുള്ളത് പാർട്ടിയുടെ നോമികളായിട്ടാണ്. ഇവർക്ക് ആർക്കും ഒരു ചലനവും വരാതിരിക്കും ഈ ഭരണകാലത്ത്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ ആണല്ലോ. മാത്രമല്ല, ഇവർ നേതാവിനെ കണ്ട് പറയും, ഞാൻ എന്തുകൊണ്ട് ഇന്നലെ അവരെ നിർബന്ധം കൊണ്ട് ഭീഷണിപ്പെട്ടിയാണ് ഞാൻ കൂടെ നിന്ന്, ഇനി തൊട്ട് ഞാൻ നിങ്ങളുടെ ആളായിരിക്കും എന്ന് പറയും. എനിക്കറിയാം, മിടുക്കരായ ഒരുപാട് ഉദ്യോഗസ്ഥർ, അവർ UDF ചായ ഉള്ള ഉദ്യോഗസ്ഥരാണെന്നും പറഞ്ഞ് അവരെല്ലാം ക്രൈംബ്രാഞ്ച്, അതുപോലെ DCRB, അങ്ങനെയുള്ള അപ്രധാനമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, യൂണിഫോം ഇല്ലാത്ത റുട്ടീൻ കേസ് അന്വേഷണം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇവർ നിയോഗിക്കും. കാരണം ലോ ആൻഡ് ഓർഡറിൽ അവരെ അടുപ്പിക്കുകയില്ല. ലോ ആൻഡ് ഓർഡറിൽ എന്ത് സംഭവിക്കും? ലോ ആൻഡ് ഓർഡറിൽ ഇവർക്ക് അത്യാവശ്യം പിരിവെടുത്ത് കൊടുക്കുന്ന അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് പിടിക്കുക. പിന്നെ ഓരോ സ്റ്റേഷനും വേണ്ടി ലേലം വിളി നടക്കും. അതായത് മണ്ണും മണലും പാറയും അതുമൊക്കെയുള്ള പിന്നെ സ്പിരിറ്റും കഞ്ചാവും ഉള്ള സ്ഥലത്തോട്ടൊക്കെ ലേലം വിളി നടക്കും. അവിടെയൊക്കെ നല്ല പൈസ കൊടുത്തിട്ടായിരിക്കും പല ആൾക്കാരും കിട്ടണമല്ലോ. അപ്പോൾ അത് ഇപ്പോൾ 50 ലക്ഷം രൂപ കൊടുത്തിട്ടൊക്കെ സ്റ്റേഷൻ മേടിച്ചിട്ടുള്ള കക്ഷികളുണ്ട് പണ്ട്. ഈ പേടിക്കുന്നവൻ അപ്പോൾ അവിടുന്ന് എത്ര രൂപ പിരിച്ചാൽ പറ്റും? അവൻ ഭരിക്കും. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അറിയാം. പക്ഷെ ഇവിടെ AD തോമസ് എന്ന് പറയുന്ന നിയുക്ത MLA പറഞ്ഞിട്ടുണ്ട്, തനിക്കെതിരെ എന്നല്ല, കേരളത്തിൽ ഒട്ടാകെ യൂത്ത് കോൺഗ്രസ് നിരപരാധികളായ പ്രവർത്തകരെ വേട്ടയാടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ സർക്കാർ നടപടി സ്വീകരിക്കും, അതിനുള്ള എല്ലാ നടപടിയും. പക്ഷേ ഒരു കാര്യം കൂടെ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് ഇവരോട് ആരോടും വ്യക്തിപരമായിട്ട് ഇവരെൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവരുടെ ഒപ്പം ഒരു ചായ കുടിക്കും. എന്നാൽ പോലും പക്ഷേ ഇനിയും ഇവര് ആര് ഭരിച്ചാലും ഇത്തരം ഒരു പ്രവണത കാണിക്കാൻ. അതുപോലെ ഇനി അടുത്ത് വരുന്ന മുഖ്യമന്ത്രി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഇമാതിരിയുള്ള പോലീസുകാരെ ഗവൺമെന്റാക്കി വെക്കരുത്. അല്ല, ഇതിനകത്ത് വ്യത്യാസം വരും. എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് പിണറായിയുടെ കാലത്ത് ഒരു ഭീകര ഭരണമായിരുന്നു. നമുക്കറിയാം, പല കേസുകൾ നമ്മൾ എടുത്തു നോക്കും, ഭീകര ഭരണമാണ്. ഈ ഭീകര ഭരണത്തിൽ അവർക്കും അവരുടെ പാർട്ടിക്കാർക്കും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈ ഭീകര ഭരണത്തിന്റെ അനുഭവിച്ച ആൾക്കാർ.
അവരിതുകൊണ്ട് ബുദ്ധിമുട്ടിയ പോലെ നമ്മുടെ കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടി. കഞ്ചാവ് ലോബി, മയക്കുമരുന്ന് ലോബി, പാർട്ടിക്കാർ, സമാന്തര സാമ്പത്തിക സംവിധാനം ഇവിടെ ഉണ്ട്, കേരളത്തിൽ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനെ അതിജീവിക്കുക എന്നുള്ളത് അടുത്ത് വരാൻ പോകുന്ന സർക്കാരിന്റെ പ്രധാന ദൗത്യമായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവന്മാരാരെയും തല്ലുവരും. DYFIക്കാർ അവർക്ക് വിരോധമുള്ള കടകൾ അടിച്ചു തകർക്കുക, വീട് ആക്രമിക്കുക, വീട് കത്തിക്കുക. എന്നിട്ട് ഇവർ ആദ്യം ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഈ ഇരയായവർക്കെതിരെ കേസ് കൊടുക്കും. അവനെ എളുപ്പമല്ല. അതായത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുമ്പോൾ ഇവർ FIR ഇടും, നിസ്സാര വകുപ്പിട്ട് ഇവന്മാർക്കെതിരെ. അതിനകത്ത് ഇപ്പം വധശ്രമത്തിനുള്ള വകുപ്പ് വരെ ഉണ്ടാവാം, പക്ഷേ അത് ഇടത്തില്ല. നിസ്സാര വകുപ്പുകൾ എടുത്തിട്ട് ഇവരൊരു FIR ഇട്ടതിന് ശേഷം മറ്റവർ വരും, അപ്പോഴത്തേക്ക് എതിർകക്ഷി വരും, അത് പാർട്ടിയുടെ ആൾക്കാരാണ്. അവർക്ക് വേണ്ടി ഗ്രാവിറ്റി കൂട്ടി ഇവർക്കെതിരെ ഒരു FIR. കാരണം അതായത് യഥാർത്ഥ ഇര ജാമ്യമില്ല OP അകത്തും പോവും, ഈ അക്രമം നടത്തിയവൻ ജാമ്യം കിട്ടി വെളിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട്. അതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നത്, ഈ SI തന്നെ പറയും, നിങ്ങൾ ആ പരാതി അങ്ങ് പിൻവലിച്ചു, നമുക്ക് ഈ FIR ഞങ്ങളങ്ങ് ക്വാഷ് ചെയ്തേക്കാം, നിങ്ങൾ ഈ പരാതി അങ്ങ് പിൻവലിച്ചു, അല്ലെങ്കിൽ നിങ്ങളകത്ത് പോവും, അമ്മമാർ വെളിയിലിരിക്കും എന്ന് പറയും. എന്നിട്ട് അവർ തന്നെ പറയും, ഞങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റും. അവരങ്ങനെ പറയും. എന്തിനാ നമ്മൾ പറയുന്നത്, പത്തനംതിട്ടയിൽ മീണ ജോർജും അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും തമ്മിൽ വലിയ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഈ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു CPM തന്നെ പെട്ട ഒരു പയ്യനെ, അവനെ പാർട്ടി വിട്ടായിരുന്നു തോന്നുന്നു, അവനെ ആക്രമിച്ചു. ആരോ ഇവനെ വെട്ടാനോടിച്ചു, ഇവൻ മറിഞ്ഞു വീണതുകൊണ്ട് ചെറിയ പരിക്ക് പറ്റി. ഇവനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസെടുത്തു. മന്ത്രി വിളിച്ചു പറഞ്ഞു, മന്ത്രിയുടെ ആളായിരുന്നു ഈ പയ്യൻ. മന്ത്രി വിളിച്ചു പറഞ്ഞൊരു കേസെടുത്തു. പ്രതികൾ ആരൊക്കെയെന്നറിയോ, CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന നഗരസഭയിൽ തന്നെയുള്ള സാബു എന്ന് പറയുന്ന ഒരു കൗൺസിലർ, CPMന്റെ കൗൺസിലർ, പിന്നെ CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം. ഈ 3 പേരെ പ്രതിയാക്കിയെന്ന് മാത്രമല്ല, ഇവരെ 2 പേരെ DYSP വിളിപ്പിച്ച് റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവർ തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പോൾ ഈ മന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് അന്നത്തെ DYSP അഷാദ് എന്ന് പറഞ്ഞ DYSP ആണ്, അയാളിപ്പോൾ ചങ്ങനാശ്ശേരി DYSP ആണ്. ഇയാളെ അവിടെ പിടിച്ചു. അപ്പോൾ ഈ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു. അദ്ദേഹം ഇത് ഇടപെട്ടിട്ട് മേളിൽ അപ്പോഴാണ് സംസ്ഥാന നേതാക്കൾ അറിയുന്നത്. ഉടൻ വിളി വന്നു, പിറ്റേന്ന് തന്നെ DYSP സ്ഥലം മാറ്റി. DYSP ഇവിടുന്ന് അപ്പോഴേ സ്ഥലം മാറ്റി. ഈ പറഞ്ഞ ഇവർക്കെതിരെ എടുത്ത ജാമ്യമില്ലാ വകുപ്പെടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോയ DYSP ഇവരെ പറഞ്ഞു വിട്ടു, ക്ഷമിക്കണമെന്നും പറഞ്ഞു. അല്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, ഇനിയെങ്കിലും പേഴ്സണൽ സ്റ്റാഫിലെത്തേക്ക് ഗവൺമെൻറ്റിനെയും അതുപോലെ പേഴ്സണൽ സ്റ്റാഫിനെ എടുക്കുമ്പോഴും അതുപോലെ ഈ എന്താ സാംസ്കാരിക നായകന്മാർ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പലരും ഇപ്പോഴും മാധ്യമങ്ങളിൽ പട്ടിക വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് അവരെന്നെ കൊടുക്കുന്നതാണ് നമുക്കറിയാം. അല്ല, ഇതൊരു ഇപ്പൊ ഈ യുവാക്കളെ, ഈ കുട്ടികളെ അടിച്ചിട്ടുള്ള മുഴുവൻ പോലീസുകാർക്കെതിരെ, കാരണം അതൊരു അനാവശ്യമായ ഒരു യാത്രയായിരിക്കും. നവകേരള യാത്ര കൊണ്ട് സർക്കാരിന്റെ ഖജനാവ് ചോർന്നു എന്നുള്ളതല്ലാതെ ഇവര് നാട്ടുകാരുടെ ചിലവിൽ ഉല്ലാസയാത്ര നടത്തി നെന്മീനും തിന്നു, പുട്ടടിച്ചു, പിന്നെ അണ്ടിപ്പരിപ്പ് പാല് കലക്കി അരച്ചു കലക്കി കുടിച്ച് അവർ കേരളത്തിൽ ഇങ്ങോളോ അവർ AC ബസ്സിൽ അവർ 5 സ്റ്റാർ സുഖ സൗകര്യങ്ങളിൽ സഞ്ചരിച്ച് ഒരു ഉല്ലാസയാത്ര നടത്തി. മുഖ്യമന്ത്രിയും കുറേ മന്ത്രിമാരും ചേർന്ന് ഇത്രയും നടത്തി ഇവർ പോയി. എന്ത് നേട്ടം, കേരളത്തിന് എന്ത് നേട്ടം ഉണ്ടായി? അപ്പോൾ അതിലെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ ശ്രമിച്ച യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. ആ കൊലക്കേസിട്ട് ഇവന്മാർക്കെതിരെ കേസെടുക്കുക, അവരെ പിടിച്ച് അകത്തിടുകയും. ഇനി മേലിലും ഇങ്ങനെ ഒരു സർക്കാരിന് വേണ്ടിയും ഒരു പോലീസുകാരനും ഒരു ഗൺമാനും ഇമാതിരി പണി കാണിക്കാൻ പാടില്ല.